എന്താണ് നമുക്ക് വിശ്വാസങ്ങൾ നൽകിയതെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് യേശു നൽകിയ സന്ദേശം അത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആണെന്ന് ഒരിക്കൽ കൂടി ഈ രാജ്യത്ത് വിളിച്ചു പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിമേരി സിസ്റ്ററും വന്ദന സിസ്റ്ററും ഒക്കെ അടക്കമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ട വന്നതിന് ഈ രാജ്യത്തിന്റെ പൗരൻ എന്നുള്ള രീതിയിൽ തലകുലിക്കുക. കാരണം നമ്മുടെ പൂർവികന്മാരായ ദേശസ്നേഹികളായ മനുഷ്യർ ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് തോളോട് ചേർന്ന് ഈ രാജ്യത്തിന്റെ സ്നേഹം, ലോകത്തിന് സമാനതകളില്ലാത്തൊരു സംസ്കാരത്തിന്റെ ഉടമകളായി ജാതിയുടെയോ മതത്തിന്റെയോ ഗോത്രത്തിന്റെയോ വർണ്ണത്തിന്റെയോ നിറത്തിന്റെയോ സമ്പത്തിന്റെ വ്യത്യാസമില്ലാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ കൈകോർത്ത് നിന്ന് കിട്ടിയ ജനാധിപത്യം, മതേതരത്വം, എല്ലാ വിശ്വാസങ്ങളും ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ദീർഘനാൾ ചർച്ച ചെയ്ത്, വർഷങ്ങളോളം ചർച്ച ചെയ്ത് പാകിസ്ഥാൻ എന്ന ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കപ്പെടുമ്പോ ഈ രാജ്യത്തെ രാജ്യസ്നേഹികളായ മുഴുവൻ മനുഷ്യർ, ആ മനുഷ്യരിൽ എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹവും ഈ ലോകത്ത് പല രാജ്യങ്ങൾ ഈ തരത്തിൽ ഇപ്പോഴല്ല. എന്താണ് അവര് ചെയ്ത തെറ്റ്? ഇവിടെ MLA സൂചിപ്പിച്ചു, അവര് ചെയ്ത തെറ്റെന്താണ് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇതുവരെ. തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു. എന്താണ്? മതപരിവർത്തനം, കടത്ത്, മനുഷ്യക്കടത്ത്. അതിന്റെ സെക്ഷൻ ഞാൻ ലോകമൊക്കെ പഠിച്ചതാണ്. ഞാൻ പറയും, എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ LP സ്കൂള്, എന്റെ സർക്കാർ സ്കൂളാണ് പെരുമാവൂർ വീടിന്റെ അടുത്തുള്ള. അത് കഴിഞ്ഞ് UPയും ഹൈസ്കൂളും ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, ആശ്രമ ഹൈസ്കൂൾ. അത് കഴിഞ്ഞ് രാജഗിരി സ്കൂളിൽ ചെന്നപ്പോ ഞാൻ ഇപ്പോഴും നോക്കുന്നു, അലക്സച്ചൻ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പൽ, അവിടെ പ്രാർത്ഥിക്കാൻ വേറെ സ്ഥലമില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബോർഡിങ്ങിലാ മോനെ, പേടിക്കണ്ട മോനെ, ഒരു പ്രയാസമില്ല, മോന്റെ വിശ്വാസം അനുസരിച്ച് ആ ചാപ്പലിൽ അവിടെ പ്രാർത്ഥിച്ചോളാം. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയിലാണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരിയിലാണ്. ലോ കോളേജ് മാത്രമാണ് ട്രിവാൻഡ്രത്ത് വേറെ പഠിച്ചത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൽപ്പെട്ടവർ, അവരൊക്കെ ഈ സമുദായത്തിൽപ്പെടുന്ന മിഷണറിമാർ ഈ രാജ്യത്തിന് വിപ്ലവകരമായ മുന്നേറ്റം നൽകുന്നത് വിദ്യാഭ്യാസ, ചാരിറ്റി, ആതുര ശുശ്രൂഷ രംഗത്ത് ഈ സമുദായം ചെയ്ത കോൺട്രിബ്യൂഷൻ ആർക്കെങ്കിലും മറക്കാൻ പറ്റൂ? അഭിമാനത്തോടു കൂടി പറയാ. ഞാനും ഒരു പ്രസ്ഥാനത്തിന്റെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്. പക്ഷേ ഈ ഒന്ന് ആലോചിച്ചു, കാടും മലയും തീണ്ടി മൃഗങ്ങളെയും എല്ലാം പേടിച്ചും ഈ രാജ്യത്ത് വിപ്ലവകരമായ സൃഷ്ടി. ഞാൻ ഇന്ന് ഇപ്പൊ അങ്കമാലിയിൽ പ്രസംഗിച്ചിട്ട് വരിക, അവിടെ സംഘടിപ്പിച്ച ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടുത്തെ ജ്വാല ഉദ്ഘാടനം ചെയ്തിട്ട് വരിക. ഞാൻ പറഞ്ഞു, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. ഞാനൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ ആ ശുശ്രൂഷ രംഗത്ത് സമൂഹത്തിന് ഈ അടുത്ത ദിവസം പോലും എന്റെ വണ്ടിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഒരു സഹോദരിയുമായി വന്ന് അവിടെ അവർക്ക് ശുശ്രൂഷ നൽകുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, മദർ തെരേസയൊക്കെ ഇതേപോലെയുള്ള വർഗീയവാദം ഇതിന് മുന്നിട്ടുണ്ടായിട്ടുണ്ട്. ആരാ മദർ തെരേസ? ആരൊക്കെയാണെന്ന് ചില വർഗീയ ശക്തികൾ പറഞ്ഞ് പ്രചരിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു. ഇതേപോലെ കൽക്കട്ടയിൽ ഒരു പരാതി കൊടുത്തു, പോലീസ് വന്നു. അന്നൊക്കെ അർത്ഥമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നീതി നടപ്പിലാക്കാൻ ആര് ബഹളം വെച്ചാലും. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞാൻ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് മദർ തെരേസയുടെ ആ ശുശ്രൂഷ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആ ഉദ്യോഗസ്ഥൻ കണ്ട കാഴ്ചയുണ്ട്. കാരണം അവർ ജാതിയോ മതോ ഗോത്രമില്ലാത്ത മനുഷ്യസ്നേഹികളായ, ആരും അന്വേഷിക്കാത്തവരുടെ തീർത്ഥവും മൂത്രം കോരിക്കൊണ്ട് അവാത്യത്തിലും മനുഷ്യന്റെ കരുണയെന്നാണ് ഏറ്റവും വലിയ സന്ദേശമെന്നാണ് കാണിക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്നും അക്ഷരമില്ലാതെ പുറത്തു ചെന്ന് കൂടിയ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നടത്തു കാണുക, നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന മനസ്സ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇവിടെ നിങ്ങൾ വച്ചേക്കില്ല എന്ന ഉദ്യോഗസ്ഥൻ ആർജവത്തോട് പറയാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ സഹോദരിമാരെന്താ പറഞ്ഞത്? എന്താ ചെയ്തത്? സമുദായ പരിവർത്തനം 5 വർഷം മുന്നേ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കിയ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടു. വിശ്വാസികളാണ് അവിടെ ഈ സിസ്റ്റർമാര്. അവരെ റെയിൽവേ സ്റ്റേഷനിലെ അവരുടെ ഒരു സഹോദരൻ വേറെ കുട്ടിയും ഇതേപോലത്തെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്.
അവര് മുഖേന സഹോദരന്റെ കൂടി എല്ലാ രേഖകളും, മാതാപിതാക്കളുടെ ഐഡന്റി കാർഡ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വയസ്സ് പ്രായപൂർത്തിയായില്ല, എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞു. അങ്ങനെയുള്ള കുട്ടികളുടെ മുഴുവൻ സുരക്ഷിതം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ വന്നിറങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ പേരിലാണ് ആദ്യം കണ്ടെത്തുന്നത്. ഉദ്യോഗസ്ഥൻ ചെയ്തതെന്താ? പോലീസിനെ എന്താ വിളിച്ചത്? അവിടെയുള്ള ഭഗവന്ത്രവാളുടെ പ്രവർത്തകരെ വിളിച്ചു. ജ്യോതി ശർമ്മ ഇന്ത്യ അവരെ സ്റ്റേറ്റ് ദാർഢ്യം ഞാൻ കണ്ടു. അവര് പറയുന്ന പ്രവർത്തനം അവരാണ്. പിന്നെ സിസ്റ്റർ പറഞ്ഞു, അവിടെ അൽപസാദത്ത് പറഞ്ഞത് മാതിരി ഞാനും നമ്മുടെ നേതാക്കന്മാരെ വിളിച്ച്, ജനപ്രതിനിധികളെ, ഞാൻ രാഷ്ട്രീയമല്ല, ഒരു കാരണവശാൽ ഇത്തരത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം പാടില്ല. അവര് പറഞ്ഞു അവരുടെ എല്ലാ രേഖകളും അവരുടെ കയ്യിലുണ്ട്. ഇവിടെ നമ്മളെ പഠിച്ച മന്ത്രിക്ക് അന്ന് ഇടപെടാമായിരുന്നു. ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു രേഖകളും ഇല്ലാത്തതില്ല. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ സിസ്റ്റർ അകാരണത്താൽ ഇവര് അത് കഴിഞ്ഞ ഒരു കുട്ടിയിൽ നിന്ന് 2000 രൂപ കിട്ടി. ആ കുട്ടിയോട് ബലമായി പറയിപ്പിക്കുകയാണ്. എന്താണ്? മതപരിവർത്തനത്തിന് വേണ്ടി കൊടുത്തതാണെന്ന് പറയിപ്പിക്കാൻ, സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ, അത് റെക്കോർഡ് ചെയ്യാൻ. എനിക്കറിയാം, ഒരു ലോ സ്റ്റുഡന്റ് ആയിരുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിൽ പോലീസ് നോക്കി നിൽക്കുമ്പോ സിസ്റ്റർ പറഞ്ഞു വൈജുവിനോട്, നിങ്ങളുടെ നാട്ടുകാരെ ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റാത്തതാണ് അനുഭവിക്കേണ്ടത് വന്ന് എന്ന് പറയുമ്പോ ഞാനും നിങ്ങളുമാണ്, എന്റെയും സഹോദരന്മാരുമാണ് ഇത് അനുഭവിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളെ വല്ലാതെ സംസാരിക്കാൻ 2 കിലോമീറ്റർ നടന്നു വന്ന് നിങ്ങളെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല. പക്ഷേ ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യം ഈ അച്ഛൻ സൂചിപ്പിച്ചത് മാതിരി ഈ രാജ്യം മനുഷ്യ സ്നേഹത്തിന്റെയാണ്, കരുണയുടെയാണ്, കാരുണ്യത്തിന്റെയാണ്, നന്മയുടെയാണ്. ആ നന്മയാണ് നമ്മുടെ അംബേദ്കർ വിഭാവനം ചെയ്ത നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയിലുള്ള സ്വാതന്ത്ര്യത്തോട് ജീവിക്കുന്നതിന് ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് പറയുന്നത്. വലിയ ഗതികേടിലേക്ക് പോകുമ്പോ ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ, അടുത്ത തലമുറ കടന്നു വരുമ്പോ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോ നമ്മുടെ പ്രീതി മേരി സഹോദരിക്ക് ശിക്ഷക്കടക്കം ഈ വേദന അനുഭവിക്കുമ്പോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അച്ഛൻ സൂചിപ്പിക്കുന്ന സ്ഥലത്തെ അനുഭവങ്ങൾ ഈ അച്ഛന്മാര്, വൈദികര്, സിസ്റ്റർമാര് പറയുമ്പോ ഏത് തരത്തിലുള്ള ഭീതിയാണ് ഈ ഇന്ത്യയിൽ സമൂഹം അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീതി നടപ്പിലാക്കണം. ഈ രാജ്യത്ത് നീതി വേണം. ഇവിടെ ആത്മാർത്ഥമായി പൊതുസമൂഹത്തിന് സേവനം ചെയ്തിട്ട് എന്താണ് നേരത്തെ പറഞ്ഞ എനിക്ക് ഏത് ഭാഷ അതിന് ഉപയോഗിക്കണമെന്നറിയില്ല. പക്ഷെ എനിക്ക് പരിധിയും പരിമിതിയും ഉള്ളതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുമായി വിഘടിച്ചുകൊണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് രാജ്യസ്നേഹവും താല്പര്യവും കാണിക്കുമ്പോ നമ്മളൊന്ന് പറയണം, ഐഡിയോളജിയിലേക്ക് നോക്കണം. ഈ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നീതിക്ക് വേണ്ടി, ആ നീതി ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ വിശ്വാസപരമായ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മറ്റൊക്കെ സൂചിപ്പിച്ചു. ഇതിലൊന്നും തളരുന്നവരല്ല ക്രിസ്ത്യൻ സമൂഹം എന്നറിയാം. യേശു ക്രിസ്തുവിനെ കുരിശിലേന്തി ഇതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഈ രാജ്യത്തിൽ പരാമർശമായി വളർന്നു വന്ന് നീതിക്ക് വേണ്ടി ഈ സമുദായത്തെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് പറയാൻ കഴിയും. ഈ സമുദായത്തിന് ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ, സ്വാതന്ത്ര്യത്തിലെ, കരുണയെ, കാരുണ്യത്തിലെ നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഭീഷണിപ്പെടുത്തി അമർച്ച ചെയ്യാൻ കഴിയില്ല എന്ന അച്ഛന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് നിങ്ങൾ വിളിച്ച അവസാന മുദ്രാവാക്യമുണ്ടല്ലോ, സ്നേഹമാണ്. ആ സ്നേഹമാണ് സാഗരം. ആ സാഗരമാണ് മനുഷ്യൻ. ആ മനുഷ്യന് വേണ്ടി, നീതിക്ക് വേണ്ടി നമുക്ക് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പടപൊരുതിയാലും ഈ സീസർക്ക് വേണ്ടി, സിസ്റ്റർമാർക്ക് വേണ്ടി